നേമത്ത് വീട്ടിൽ പ്രസവിക്കുന്നതിനിടെ യുവതിയും നവജാത ശിശുവും മരിച്ച സംഭവത്തിൽ യുവതിക്ക് അക്യൂപഞ്ചർ ചികിത്സ നൽകിയ ശിഹാബുദ്ദീൻ പിടിയിൽ. കൊച്ചിയിൽ നിന്നാണ് വെഞ്ഞാറമൂട് സ്വദേശിയായ ശിഹാബുദ്ദീനെ പിടികൂടിയത്. പൂന്തുറയിലാണ് ഇയാളുടെ ചികിത്സാ കേന്ദ്രം. അഖിൽഷാ അൻസാർ തിരുവനന്തപുരത്ത് ചെയ്തു. അഖിൽഷാ, ഇയാളെ കേസിൽ പ്രതി ചേർത്ത് കഴിഞ്ഞോ? ഇയാളുടെ പങ്ക് വ്യക്തമായിട്ടുണ്ടോ? കൂടുതൽ പേരെ, ബന്ധുക്കളെ അടക്കം പ്രതി ചേർക്കുമെന്ന് പോലീസ് സൂചന നൽകിയിരുന്നു. ഈ കാര്യത്തിലൊക്കെ തീരുമാനമായിട്ടുണ്ടോ? സുഹൈൽ, ഈ പോലീസ് ഇയാളെ പ്രതി ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ നടപടികളിലേക്ക് എന്തായാലും ഈ ഘട്ടത്തിൽ കടന്നിട്ടുണ്ട്. നമുക്ക് ഏറ്റവും പ്രധാനമായും അറിയുന്നത് പോലെ തന്നെ ഈ ശിഹാബുദ്ദീൻ്റെ പ്രേരണയിലാണ് ഈ മരിച്ച ഷമീറയെ ഈ അക്യൂപഞ്ചർ ചികിത്സയ്ക്ക് മാത്രം വിധേയമാക്കി വീട്ടിൽ പ്രസവിപ്പിക്കാനായി ഒരു തീരുമാനം എടുത്തത്. അതിന് പിന്നാലെ ഈ സംഭവത്തിന് പിന്നാലെ തന്നെ ഈ ഭർത്താവ് പോലീസ് അറസ്റ്റ് ചെയ്യുകയും അതിന് പിന്നാലെ കോടതി ഇയാളെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. പിന്നീട് ഈ ശിഹാബുദ്ദീനായുള്ള അന്വേഷണത്തിലായിരുന്നു പോലീസ്. വ്യാപകമായ അന്വേഷണം തന്നെയാണ് നടന്നത്. ആദ്യഘട്ടത്തിൽ ഇയാളുടെ പൂന്തുറയിലുള്ള ആരോഗ്യ കേന്ദ്രത്തിലും പിന്നാലെ വെഞ്ഞാറമൂടുള്ള വീട്ടിലുമൊക്കെ പോലീസ് പരിശോധന നടത്തി. എന്നാൽ ഒടുവിൽ പോയി ഇയാളെ ഇന്ന് രാവിലെ വരെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. അതിന് പിന്നാലെയാണ് കൊച്ചിയിലുണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് നേമം പോലീസ് കൊച്ചിയിലെത്തുകയും അവിടെ നിന്ന് ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്യുന്നത്. ഉച്ചയോടുകൂടി തിരുവനന്തപുരം നേമം പോലീസ് സ്റ്റേഷനിൽ ഇയാളെ എത്തിച്ചിട്ടുണ്ട്. വിശദമായ ഒരു ചോദ്യം ചെയ്യൽ തന്നെ നേമം പോലീസ് നടത്തി വരികയാണ്. കൂടാതെ ഇപ്പോൾ റിമാൻഡിലുള്ള ഈ ഷമീറയുടെ മരിച്ച ഷമീറയുടെ ഭർത്താവായ നയാസിനെയും കസ്റ്റഡിയിൽ വാങ്ങി ഇവരെ രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കം കൂടി പോലീസ് നടത്തുന്നുണ്ട്. ഇവരെ രണ്ടുപേരെയും ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ഈ അക്യൂപഞ്ചർ ചികിത്സയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നുള്ള സൂചനയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും കിട്ടുന്നത്. എന്തായാലും ഇയാളെ കൃത്യമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നേമം പോലീസ്. ശരി, അഖിൽഷാ അൻസാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.